സ്പോട്ട് ലൈവ് തുടരുന്നു. പാലക്കാട് വിദ്യാർത്ഥിനികളെ ലൈംഗികമായി ഉപദ്രവിച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്ത മുൻ കായിക അധ്യാപകനെതിരെ കൂടുതൽ പരാതികൾ. വടക്കാഞ്ചേരി വടക്കേക്കര സ്വദേശിയായ എബിയെ കഴിഞ്ഞ ദിവസമാണ് കസബ പോലീസ് അറസ്റ്റ് ചെയ്തത്. പാലക്കാട് നഗരത്തിലെ ഒരു സ്വകാര്യ സ്കൂളിൽ താൽക്കാലിക കായിക അധ്യാപകനായിരുന്നു എബി. 13 വയസ്സുള്ള വിദ്യാർത്ഥിനിയോട് ലൈംഗിക അതിക്രമം നടത്തിയതിനായിരുന്നു അറസ്റ്റ്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്ന വിവരങ്ങളുമായി. ആജ്ഞ, കഴിഞ്ഞ ദിവസം, അതായത് ഒരു 2 ആഴ്ച മുൻപാണ് പാലക്കാട് മലമ്പുഴയിൽ സമാനമായ രീതിയിലൊരു പരാതി വരുന്നു. അധ്യാപകൻ വിദ്യാർത്ഥികളെ പീഡിപ്പിച്ചെന്ന പരാതി. തൊട്ടു പിന്നാലെ ഇപ്പോൾ വടക്കാഞ്ചേരിയിൽ നിന്നും സമാനമായ രീതിയിലുള്ളൊരു പരാതി. അധ്യാപകനെ അറസ്റ്റ് ചെയ്തു. പക്ഷേ അതിന് പിന്നാലെയാണ് കൂടുതൽ വിദ്യാർത്ഥികൾ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കൂടുതൽ പേർ ഇയാളുടെ ലൈംഗിക ചൂഷണത്തിന് ഇരകളായിട്ടുണ്ടെന്നാണ് വിവരം. കുട്ടികളെയൊക്കെ കൗൺസിലിംഗ് ചെയ്യാനുള്ള നീക്കം ആരംഭിച്ചിട്ടുണ്ട്. പോലീസിൻ്റെ നടപടികൾ എങ്ങനെയാണ്? ഇയാളെ ഈ റിമാൻഡിലാണ്, കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യാനുള്ള നീക്കം ഉണ്ടാകുമോ? തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ കായിക അധ്യാപകൻ 13 വയസ്സുള്ള കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നുള്ള പരാതി വരുന്നതും അതുമായി ബന്ധപ്പെട്ട ഈ എബി എന്ന് പറയുന്ന കായിക അധ്യാപകനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. അധ്യാപകൻ ഇപ്പോൾ റിമാൻഡിലാണ്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ ചോദ്യം ചെയ്യൽ വേണ്ടിവരുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ്. കാരണം കൂടുതൽ കുട്ടികളുടെ പാരൻസ്, രക്ഷിതാക്കൾ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കായിക അധ്യാപകൻ ഈ ട്രെയിനിങ്ങിന് സമയത്തും ഈ കായിക പരിശീലനത്തിന്റെ സമയത്തും ഒക്കെയാണ് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ കുഞ്ഞുങ്ങളോട് നടത്തുന്നുണ്ട് എന്നുള്ള കാര്യമാണ് കൂടുതൽ വ്യക്തമായി വരുന്നത്. എന്തായാലും നടപടികൾ, അതായത് ഈ കൂടുതൽ കുട്ടികളുടെ പരാതികൾ വന്നിരുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ കൂടുതൽ നടപടികളുമായി പോലീസിന് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എബിയെ കൂടുതൽ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയനാക്കേണ്ടുന്ന സാഹചര്യം കൂടി ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സമാനമായ ഒരു സംഭവമാണ് കഴിഞ്ഞ ഒരു 2 ആഴ്ച മുന്നേ പാലക്കാട് തന്നെ മലമ്പുഴയിൽ അനിൽ എന്ന് പറയുന്ന അധ്യാപകൻ, അത് ആൺകുട്ടികളെയാണ്, നിരവധി കുട്ടികളെ പീഡിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും സ്കൂൾ മാനേജ്മെന്റ് അതിന് നിസ്സംഗമായി അത് പരാതി ലഭിച്ചിട്ടും അത്തരം പരാതികളോട് പ്രതികരിക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ഇടപെടേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എഇഒ അതുമായി ബന്ധപ്പെട്ടും വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണങ്ങളൊക്കെ ചോദിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയത് അങ്ങനെയാണ്. എന്തായാലും സമാനമായ എന്ന് പറയുമ്പോൾ തന്നെ ഈ കുട്ടികൾ, ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ, സ്കൂളുകളിൽ അവരുടെ ഇത്തരം കാര്യങ്ങളിൽ അവർ നിരന്തരം ഇത്തരം പീഡനങ്ങൾക്ക് ഇടയാകേണ്ടി വരുന്നു, അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെ അനാരോഗ്യകരമായ വസ്തുതയാണ് പുറത്തുവരുന്ന. പ്രത്യേകിച്ചും പാലക്കാട് ഇപ്പോൾ അടിക്കടി 2 കേസുകളാണ് വന്നിട്ടുള്ളത്. അതും അധ്യാപകരുടെ ഭാഗത്തുനിന്നും. പ്രത്യേകിച്ച് നമ്മൾ ഈ കുട്ടികളെ ഗുഡ് ടച്ചും ബാഡ് ടച്ചും ഒക്കെ പഠിപ്പിക്കേണ്ടുന്ന, അതല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ കുട്ടികൾക്കുണ്ടാകുമ്പോൾ അതിനോട് റെസ്പോണ്ട് ചെയ്യേണ്ടുന്ന ആളുകൾ, ഉത്തരവാദിത്വമുള്ള ആളുകളാണ് അധ്യാപകർ. ആ ഒരു സാഹചര്യത്തിൽ അവർ തന്നെ ഇവയിൽ തന്നെ വിളവ് തിന്നുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളത് അപലഷണീയമായ ഒരു സാഹചര്യമല്ല ഉണ്ടാക്കുന്നത് എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ചും മുൻപും കായികാധ്യാപകർക്കെതിരെ പരാതി വന്നിട്ടുള്ള സംഭവങ്ങൾ കേരളത്തിൽ തന്നെയുണ്ട്. ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ട്രെയിൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ കായിക പരിശീലനം നടത്തുന്നതിന്റെ ഭാഗമായിട്ടുമുള്ള ഇത്തരം ഇടപെടലുകൾ അത് കൂടുതൽ ലൈംഗികതയിലേക്ക് കടക്കുന്നു. അതും പ്രായപൂർത്തിയാകാത്ത കുഞ്ഞു മക്കൾക്ക് വളർച്ചയുടെ ഘട്ടത്തിൽ, അവരുടെ മാനസികമായിട്ടുള്ളതും ശാരീരികമായിട്ടുള്ള വളർച്ചയുടെ ഘട്ടത്തിലൊക്കെ ഇത് മോശമായി ബാധിക്കും, അല്ലെങ്കിൽ ബാഡ്ലി എഫക്റ്റഡ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമെന്ന് വേണം പറയാൻ. അതും മുൻപുണ്ടായിരുന്ന സാഹചര്യത്തിൽ തന്നെ സ്കൂൾ അധികൃതർ എത്തരത്തിൽ പ്രതികരിച്ചു എന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണ്. അത്തരം ഇടപെടലുകൾ പോലും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല, മാനേജ്മെന്റ് ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യവും സൂചിപ്പിക്കേണ്ടതുണ്ട്. അതായത് ഇത്തരം അധ്യാപകർക്ക് ഇത് ലൈംഗിക വൈകൃതമായിരിക്കാം, അല്ലെങ്കിൽ മാനസിക പ്രശ്നമായിരിക്കാം, ഇതിനൊക്കെ അവർക്ക് കൗൺസിലിംഗ് നൽകാതെ, അല്ലെങ്കിൽ അവരെ ഈ ഒരു ജോലിയിൽ നിന്ന് മാറ്റി നിർത്താതെയോ മുന്നോട്ടുള്ള സ്കൂൾ അധികൃതരുടെ ഈ നീക്കവും തീർച്ചയായും ആജ്ഞ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു അധ്യാപകൻ താൽക്കാലിക അധ്യാപകനാണ്. ഇയാളുടെ ഒരു ഫേസ്ബുക്ക് പ്രൊഫൈൽ ഞാൻ പരിശോധിച്ചപ്പോഴാണ് പൊതുപ്രവർത്തകനാണ്, രാഷ്ട്രീയ മേഖലയിലടക്കം പ്രവർത്തിക്കുന്ന, അതോടൊപ്പം മറ്റ് മതസാമുദായിക സംഘടനകളടക്കം പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് എബി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും കുട്ടികൾക്ക് നല്ല പാഠങ്ങൾ പകർന്നു നൽകേണ്ട ഒരു അധ്യാപകൻ, ഗുഡ് ടച്ച് ബാഡ് ടച്ച് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്ത് എങ്ങനെ ലൈംഗിക ചൂഷണത്തിൽ നിന്നും ഇരകളാകാതിരിക്കാം, അതിനെയൊക്കെ എങ്ങനെ പ്രതിരോധിക്കാം എന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു അധ്യാപകൻ്റെ ഭാഗത്തു നിന്നാണ് ഒരു പെൺകുട്ടിക്ക്, ഒരു 11 വയസ്സുകാരിക്ക് നേരെ ലൈംഗിക ചൂഷണം ഉണ്ടായത്. ഒരാളെ അല്ല, ഒരു വിദ്യാർത്ഥിയല്ല, നിരവധി പേരെ ഇയാൾ ലൈംഗികമായി ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്ന കൃത്യമായ വിവരങ്ങളുണ്ട്, പരാതികളുണ്ട്.
സ്വാഭാവികമായും കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്താൽ ഇതിൻ്റെ വിവരങ്ങൾ പുറത്തു വരും. ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത വരുമെന്ന് തന്നെ ആണ് പോലീസിൻ്റെ ഒരു നിഗമനം. നിലവിൽ ഈ അധ്യാപകനെ എബിയെ സ്കൂളിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. ആജ്ഞ എങ്ങനെയാണ് ഈ സ്കൂളിൻ്റെ ഭാഗത്താണ് നിരവധി പെൺകുട്ടികൾ ഇരകളായിട്ടുണ്ടല്ലോ, ലൈംഗിക ചൂഷണത്തിന് ഇരകളായിട്ടുണ്ടല്ലോ, അവരെ കണ്ടെത്തിയേ മതിയാവും. കാരണം ആ ഒരു മാനസികാവസ്ഥയിൽ നിന്നും അവരെ മോചിപ്പിക്കണമെങ്കിൽ വിശദമായ അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് തന്നെ ആവശ്യമാണ്. CWCയുടെ ഭാഗത്തു നിന്ന് ഇടപെടലുണ്ടായിട്ടുണ്ടോ? ഈ കുട്ടികളെ കൗൺസിലിംഗ് ചെയ്യാനുള്ള നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ? പ്രതിയായിട്ടുള്ള അധ്യാപകന്റെ ഫോൺ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അത് കൂടുതൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ഈ മറ്റൊരു കുട്ടി കൂടി കൗൺസിലിങ്ങിനിടയിലാണ് ഇത്തരമൊരു പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കൂടുതൽ കുട്ടികളെ ഇയാൾ ഉപദ്രവിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. അത് കൂടുതൽ കുട്ടികളുമായി അധ്യാപകർ സംസാരിക്കുന്നുണ്ട്. CWC വിഷയത്തിൽ ഇടപെടുന്ന സാഹചര്യത്തിൽ കൂടുതൽ കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകേണ്ടുന്ന സാഹചര്യമുണ്ടോ എന്നുകൂടി പരിശോധിക്കുന്നുണ്ട്. എന്തായാലും അധ്യാപകനെ കസ്ബ പോലീസാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. റിമാൻഡിലാണ് നിലവിലുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ, അതായത് കൂടുതൽ പരാതികൾ വന്നിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഈ അധ്യാപകനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ടുന്ന സാഹചര്യമുണ്ടായി. മാസങ്ങൾക്ക് മുൻപ് തന്നെ ഈ 11 വയസ്സുകാരി സ്കൂൾ അധികൃതരെ പരാതി നൽകിയിരിക്കുന്നു. സ്കൂൾ കൗൺസിലിങ്ങിനിടെ തന്നെയാണ് വിദ്യാർത്ഥി ഇത്തരത്തിലൊരു പരാതി ഉന്നയിച്ചിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളുടെ, അതായത് ഈ അധ്യാപകൻ പരിശീലിപ്പിച്ചിട്ടുള്ള കുട്ടികളുടെ കൂടുതൽ കൗൺസിലിംഗ് നൽകുകയും അവരുമായി കൂടുതൽ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയും കുട്ടികൾ ഇത്തരത്തിൽ ഇയാളുടെ ലൈംഗിക വൈകൃതത്തിന് ഇരയായിട്ടുണ്ടോ എന്നുള്ള കാര്യവും പോലീസിന് അന്വേഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അധ്യാപകന്റെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ആക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഫോൺ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എന്തായാലും ഈ അധ്യാപകൻ, അതായത് എബി എന്ന് പറയുന്ന അധ്യാപകൻ റിമാൻഡിലാണ് നിലവിലുള്ളത്. അയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെ പോകും. എന്നിരുന്നാലും നേരത്തെ, അതായത് മലമ്പുഴ സ്കൂളിലും കൂടുതൽ കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകുന്ന സാഹചര്യത്തിലാണ് കൂടുതൽ പരാതികൾ വരുന്നത് ഒരു അവസ്ഥയുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പോൾ കൗൺസിലിംഗിനിടെ തന്നെ മറ്റൊരു കുട്ടിയും ഇത്തരം ഒരു പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നു. കൂടുതൽ കുട്ടികൾ പരാതിയുമായി രംഗത്തേക്ക് വരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനിയും കൂടുതൽ കുട്ടികൾക്ക് ഇത്തരം ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് അനിവാര്യമാണ്. അങ്ങനെ ഘട്ടത്തിലേക്ക് തന്നെയാണ് പോലീസും CWC വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.